നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം SSLC പരീക്ഷ 2026. പൊതുവായിട്ട് ഇത് പിന്നെ പരീക്ഷ ചുമതലയിലുള്ള ചീഫ് സൂപ്രണ്ടുമാർ, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരൊക്കെ ഉള്ളവർക്ക് സഹായകരമായേക്കാവുന്ന ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, മാർച്ച് 5-നാണ് SSLC പരീക്ഷ 2026 തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യമായിട്ട് ചീഫ് സൂപ്രണ്ട് ആവുന്ന അധ്യാപകരുണ്ടാവും, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് ആവുന്ന അധ്യാപകരുണ്ടാവും. നിരവധി തവണ ഈ പരിശീലനമൊക്കെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരൊക്കെ ഈ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യങ്ങൾ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി നമ്മൾ പൊടിതട്ട് എടുക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ചിലപ്പോൾ ചിലർക്ക് വളരെ ഉപകാരപ്രദമായേക്കാം. നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഒരിക്കലും ഇതിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്നതാണ് ഇത് കേൾക്കുന്നതുകൊണ്ടുള്ള മെച്ചം. സാധാരണഗതിയിൽ നമുക്കറിയാം, പരീക്ഷാ നടത്തിപ്പിന് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള അധ്യാപകൻ, ഇപ്പോൾ ഹെഡ് മാസ്റ്റർ ഉള്ളിടത്ത് ഹെഡ് മാഷ് ആയിരിക്കും ചീഫ്. ഈ ഹെഡ് മാസ്റ്റർ ലീവിലാണെങ്കിൽ, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ വർഷം റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ, തൊട്ടടുത്ത സീനിയർ മോസ്റ്റ് അധ്യാപകനായിരിക്കും ആ സ്കൂളിലെ പരീക്ഷാ നടത്തിപ്പിൻ്റെ ചീഫ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമല്ല, അങ്ങനെയുള്ള സ്കൂളുകളിൽ പുറത്തുനിന്നൊരു അധ്യാപകൻ, പുറത്തുള്ള വേറൊരു സ്കൂളിലെ അധ്യാപകൻ ഡെപ്യൂട്ടി ചീഫായിട്ടും വർക്ക് ചെയ്യും. 500 കുട്ടികളിൽ കൂടുതൽ പരീക്ഷ എഴുതുന്ന സ്കൂളുകളാണെങ്കിൽ അവിടെ പുറത്തു നിന്നുള്ള ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുമാരോ പുറത്തു നിന്നുള്ള 2 പേര് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ മാത്രം. 500-ൽ താഴെ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്ഥലമാണെങ്കിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി അൺഎയ്ഡഡ് സ്കൂളുകളാണെങ്കിൽ നമുക്കറിയുന്നത് പോലെ തന്നെ ചീഫ് സൂപ്രണ്ടും പുറത്തു നിന്നുള്ള ആളായിരിക്കും, ഡെപ്യൂട്ടി ചീഫും പുറത്തു നിന്നുള്ള അധ്യാപകർ തന്നെയായിരിക്കും. ഇനി ഇത് ഉത്തരവാദിത്വത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചീഫ് സൂപ്രണ്ടിനും ഡെപ്യൂട്ടി ചീഫിനും ഒക്കെ തുല്യ ഉത്തരവാദിത്തമാണ് പരീക്ഷ നടത്തിപ്പിലുള്ളത്. ഇത് കൂടാതെ ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന അലമാരയുടെ അഡീഷണൽ ലോക്കിന്റെ ഒരു ചാർജ് കൂടി, അതിന്റെ കീ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഡെപ്യൂട്ടി ചീഫിനാണ്. അപ്പോൾ അത് DO നമുക്കൊരു ലോക്ക് തരും. ആ ലോക്ക് ഡെപ്യൂട്ടി ചീഫിനാണ് തരുന്നത്. അദ്ദേഹം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റ് വെക്കുന്ന അലമാര ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ ആണ് ഡെപ്യൂട്ടി ചീഫ് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. ചിലപ്പോൾ ഇത് ആർക്കും എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്ക് ഇത് സഹായകരമാവണമെന്നില്ല. എന്നാൽ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും ഇത് കേട്ട് കഴിയുമ്പോൾ എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു പരീക്ഷാ നടത്തിപ്പിലെ ഏതൊരു വീഴ്ചയും നമ്മൾ ചീഫിൻ്റെയോ അധ്യാപകരുടെയോ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ വീഴ്ചകൾ പോലും പെട്ടെന്ന് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഒന്നാമത് ഈ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കക്ഷി രാഷ്ട്രീയം ഏറ്റവും കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഏതൊരു ചെറിയ വീഴ്ചയും വലുതായിട്ട് പൊക്കി കാണിച്ച് അത് നിലവിലുള്ള വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ വീഴ്ചകളായി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. അത് ഇതൊന്നുമില്ല, ഏത് കക്ഷിയിൽ പെട്ട ആൾക്കാരായാലും ശരി, ആ രീതിയിലുള്ള ഒരു സമീപനമാണ് എടുത്ത് കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത്തരം സന്ദർഭങ്ങൾ നിലനിൽക്കുമ്പോൾ പരീക്ഷ നടത്തിപ്പിൽ വളരെ സീരിയസ് ആയിട്ട് ഇടപെടണം എന്നാണ് ഈ രണ്ടുപേരോടും പറയാനുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് നമുക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറേ കൊല്ലമായി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരും തന്നെ ഞാനിതത്ര കണ്ടതാണ് എന്ന രീതി വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ നടത്തിപ്പ് വളരെ സീരിയസ് ആയിട്ട് കണ്ട് പരീക്ഷ നടത്തി കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നന്നായി വരിക. അപ്പോൾ തെറ്റുകളോ വീഴ്ചകളോ ഒന്നും ഒരിടത്തും സംഭവിക്കില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് ഈ അധ്യാപകരുടെ ഡ്യൂട്ടി ഓഫിനെ കുറിച്ചാണ്.
നമുക്കറിയാം, ഒരു പരീക്ഷാ സെന്ററിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നത് ബന്ധപ്പെട്ട DO ആണ്. DO തലത്തിൽ നിയമിക്കുന്ന സമയത്ത് ഇപ്പോൾ 20 റൂമിലേക്കാണ് നിയമനമെങ്കിൽ ചിലപ്പോൾ 22ഓ 23ഓ പേരുണ്ടാവും. അപ്പോൾ 23 പേര് വന്നു കഴിഞ്ഞാൽ 3 പേര് അധികമാണ്. അപ്പോൾ അധികം ഇടുന്നത് എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരാള് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പരീക്ഷയ്ക്ക് ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ആളെ എക്സ്ട്രാ ഇടുന്നത്. എന്നാൽ ഈ 3 പേർക്ക് നമ്മൾ ഓഫ് കൊടുത്തിട്ട് പോകുന്ന രീതിയുമുണ്ട്. അത് ചീഫ് സൂപ്രണ്ട് ഓരോ ദിവസവും ഓഫ് കൊടുക്കാം. പക്ഷെ ഓഫ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓഫ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഏത് സമയത്ത് വിളിച്ചാലും വരാൻ തയ്യാറാവുന്നവർക്കാണ് ഓഫ് കൊടുക്കേണ്ടത്. ഈ നമ്മൾ ഓഫ് കൊടുക്കുക എന്ന് പറയുന്നതല്ല പരീക്ഷയുടെ ലക്ഷ്യം. കുട്ടികൾക്ക് SLC പരീക്ഷ നടത്തുകയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ചീഫ് പറയുകയാണ് എല്ലാ ദിവസവും വരണം. ഇപ്പോൾ 23 പേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 23 പേരും എല്ലാ ദിവസവും വരണമെന്ന് പറഞ്ഞാൽ വന്നിരിക്കണം. അതാണ് അതിൻ്റെ സത്യം. 3 പേര് വന്നിട്ട് തിരിച്ചു പൊക്കോളൂ. അപ്പോൾ വന്നിട്ട് തിരിച്ചു പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ശരിക്കും 3 പേർക്കും സ്കൂളിൽ അവരവരുടെ സ്കൂളിൽ സാധാരണ പഠിപ്പിക്കാൻ പോകുന്ന അതേ ഡ്യൂട്ടി തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പൊ വരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ചീഫ് സൂപ്രണ്ടുമാർ പറഞ്ഞാൽ നിർബന്ധമായിട്ടും വരണം. വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ തിരിച്ചു പോകാം. അങ്ങനെ ചെയ്യുന്ന ചീഫ് സൂപ്രണ്ടുമാരുണ്ട്. അതിനൊന്നും നമുക്ക് എതിർപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സംശയം. കാരണം എന്താ, ഈ ഓഫിന്റെ കാര്യത്തിലൊക്കെ പല സ്കൂളുകളിലും തർക്കം വരാറുണ്ട്. ചിലർക്ക് 2.5 മണിക്കൂർ പരീക്ഷയുള്ള ദിവസം ഓഫ് വേണം. ചിലർക്ക് വെള്ളിയാഴ്ച നാട്ടിൽ പോകാൻ ഓഫ് വേണം. ചിലർക്ക് തിരിച്ചു വരുന്ന തിങ്കളാഴ്ച ഓഫ് വേണം. ഇങ്ങനെ പല രീതിയിൽ ഓഫ് സംബന്ധമായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ നോർമൽ ലെവലിലാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോകും. തർക്കമുള്ളിടത്ത് നമുക്ക് നിർബന്ധമായിട്ട് എല്ലാ ദിവസവും വരണമെന്ന് പറയാനുള്ള ഒരു പവർ ചീഫിനോ ഡെപ്യൂട്ടി ചീഫിനും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. ഇനി പർപ്പസ്ഫുള്ളി അങ്ങനെ ബോധപൂർവം ആരെങ്കിലും ഇത്തരത്തിൽ ഉഴപ്പാൻ വേണ്ടി വരാതിരുന്നാൽ അത് റിപ്പോർട്ടാക്കിയിട്ട് DOക്ക് റിപ്പോർട്ട് ചെയ്യണം. ഒരു സംശയവും വേണ്ട. അങ്ങനെ മാത്രമേ ഈ പരീക്ഷയൊക്കെ നമ്മൾ സുഗമമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. അപ്പോൾ വെറുതെ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ റെമ്യൂണറേഷൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയുണ്ട്. റെമ്യൂണറേഷൻ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ SSLC പരീക്ഷ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന കാര്യവും കൂടി നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾ ഈ പരീക്ഷ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പരീക്ഷ നടത്തി തീർക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പരീക്ഷാഭവൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെറ്റുകൾ വരാൻ സാധ്യതയുള്ളത് എവിടെയാണ് എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ നടപടിക്രമം ഒന്ന് പഠിച്ചിരിക്കുക. ചീഫും ഡെപ്യൂട്ടിയും ഒക്കെ തന്നെ ഇതൊന്ന് പഠിച്ചിരിക്കുക. അല്ലാതെ നമ്മൾ ഈ ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും എഴുതും, അതിൻ്റെ അടിയിൽ നമ്മൾ ഒപ്പിടുന്നവർ മാത്രമായിരിക്കും. ഇനിയിപ്പോൾ എല്ലാം വർക്ക് ചെയ്ത് കൊണ്ടുവന്നാലും അതൊക്കെ എല്ലാ സമയത്തും തന്നെ ഈ ചീഫും ഡെപ്യൂട്ടിയും ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ താഴെ ഒപ്പിടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി നമുക്ക് ഈ പരീക്ഷ നടത്തിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ ഒരു 3 തരത്തിലുള്ള സ്ക്വാഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് DO തലത്തിലുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാവും. മറ്റൊന്ന് DD തലത്തിലുണ്ടാവും ഒരു സ്ക്വാഡ്. പിന്നെ സംസ്ഥാന തലത്തിലും സ്ക്വാഡുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വന്നാലും ശരി ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇപ്പം നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് സീല് ചെയ്യണമെന്ന് പറഞ്ഞാൽ സീല് ചെയ്തിട്ടുണ്ടാവണം. അപ്പം നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് രജിസ്റ്ററുകൾ കംപ്ലീറ്റ് ആക്കുക. എല്ലാ ദിവസവും കൃത്യമായിട്ട് പല 15ഓളം രജിസ്റ്ററുകളാണ് നമുക്കുള്ളത്. ആ 15ഓളം രജിസ്റ്ററുകളിൽ ചീഫും ഡെപ്യൂട്ടിയും ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ട്. ഒപ്പുവെക്കേണ്ടതായിട്ടുള്ള രജിസ്റ്ററുകളുണ്ട്. അതിലൊക്കെ കൃത്യമായി ഒപ്പുവെക്കുക. എല്ലാ കോളങ്ങളും പൂരിപ്പിച്ചിരിക്കുക. എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നു. രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ചീഫും ഡെപ്യൂട്ടിയും ഒക്കെ നേരത്തെ സോർട്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത് ബാങ്കിലോ ട്രഷറിയിലോ സൂക്ഷിച്ചതിന് ശേഷം അവിടെ നിന്ന് ബന്ധപ്പെട്ട DO
സ്റ്റാഫ് അവിടെ നിന്ന് രാവിലെ അതാത് ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അത് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നാൽ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ പോലും ആ പാക്കറ്റുകളൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി എണ്ണി നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് സേഫിലേക്ക് മാറ്റി തുണി വെച്ച് പൊതിഞ്ഞ് ലോക്ക് സീൽ ചെയ്യണം. അരക്കിട്ട്, ചുവന്ന അരക്കിട്ട് തന്നെ സീൽ ചെയ്യണം. അല്ലാതെ ഇപ്പൊ രാവിലെ കൊണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ തന്നെ വെച്ചു, അല്ലെ അലമാരിയിൽ വെറുതെ വെച്ചു, പിന്നെ അത് പരീക്ഷ ഉടനെ തുടങ്ങാനുള്ളതല്ലേ, നമ്മൾ അതിപ്പോ സീൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ പ്രശ്നം, ആ സമയത്തായിരിക്കും നമ്മളുടെ ഈ സ്കോഡ് വരുന്നത്. സ്കോഡ് പരീക്ഷാ സമയത്ത് മാത്രമല്ല, അതിന് മുന്നേയും വരാം. ആ വരുന്ന സമയത്ത് ഇത്തരത്തില് സീല് ചെയ്യാതെ ഒരു അലമാര കാണുമ്പോൾ, സേഫ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിരിക്കുന്ന സേഫ് സീൽ ചെയ്യാതെ കാണുമ്പോൾ അത് പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അവര് നമ്മളെ പറ്റി ധരിക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് പരീക്ഷാ നടത്തിപ്പിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല ഈ സെന്ററിൽ എന്ന ഒരു ധാരണയാണ് വരിക. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴൊക്കെ നമ്മൾ സീൽ ചെയ്യണമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അപ്പോഴൊക്കെ നമ്മൾ സീൽ ചെയ്യണം. അപ്പൊ ഇപ്പോൾ ഈ സമയത്ത് രണ്ട് രജിസ്റ്ററുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് 15 മൂന്നാമത്തെ രജിസ്റ്റർ, ഒന്ന് രജിസ്റ്റർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റ് റിസീവ്ഡ്. അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വെക്കുക. ഫില്ല് ചെയ്ത് ചീഫ് ഡെപ്യൂട്ടി ചീഫ് ഒപ്പിടുക. മറ്റൊരു രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ഓപ്പണിംഗ്, ക്ലോസിംഗ് ആൻഡ് സീലിംഗ് ഓഫ് ദ സേഫ്. അത് 9ാമത്തെ രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിൽ നമ്മൾ ഇക്കാര്യം എഴുതണം. നമുക്കറിയാം, ഈ ഒരു സേഫ് 3 തവണയാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ 3 തവണ തുറന്നതായിട്ടും 3 തവണ ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചതായിട്ടും നമ്മൾ ഈ രജിസ്റ്ററിൽ 9ാമത്തെ രജിസ്റ്റർ ആയിട്ടുള്ള രജിസ്റ്റർ ഓഫ് ഓപ്പണിംഗ്, ക്ലോസിംഗ് ആൻഡ് സീലിംഗ് ഓഫ് ദ സേഫിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത് നമ്മൾ രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരുന്ന സമയത്ത് ഈ സേഫ് തുറന്നു. അതിനുശേഷം അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കയറ്റി വെച്ചതിന് ശേഷം സേഫ് അടച്ചു, ക്ലോസ് ചെയ്തു, നമ്മൾ സീൽ ചെയ്തു. സീൽ ചെയ്യണം. അതാണ് അതിന്റെ നടപടിക്രമം. അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം. പിന്നെ നമ്മൾ എപ്പോഴാണോ പരീക്ഷ ആരംഭിക്കുന്നത് ആ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എപ്പോഴാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തെടുക്കാൻ നമ്മൾ സമയം കാണുന്നത്, ഇപ്പൊ ലാംഗ്വേജിന്റെ ദിവസം നമുക്ക് അല്പം കൂടി നേരത്തെ ഇത് ചെയ്യേണ്ടതായിട്ട് വരും, ഫസ്റ്റ് ലാംഗ്വേജ് ദിവസം. ബാക്കി എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് തുറന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റുകൾ ക്ലാസ് റൂമിലേക്ക് എത്താനുള്ള സമയവും കൂടി കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അത് എടുത്തതിന് ശേഷം സ്പെയർ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു വെക്കുന്നു. ആ അലമാരിയിലേക്ക് തന്നെ തിരിച്ചു വെച്ച് സ്പെയർ പാക്കറ്റുകൾ തിരിച്ചു വെച്ച് അപ്പം തന്നെ ലോക്ക് ചെയ്ത് സീൽ ചെയ്യണം. ഈ സീൽ ചെയ്യുക എന്ന് പറയുന്നത് ചീഫും ഡെപ്യൂട്ടി ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ലോക്ക് ചെയ്ത് ഈ അവിടെ സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, അവരോട് സീൽ ചെയ്യാൻ പറഞ്ഞാൽ മതി. പൂട്ടൽ നമ്മൾ മാത്രം പൂട്ടിയാൽ മതി, ചീഫ് ഡെപ്യൂട്ടി. അപ്പൊ സ്പെയർ പാക്കറ്റ് ആയിട്ടുള്ള പാക്കറ്റുകൾ, അധികമുള്ള പാക്കറ്റുകൾ അലമാരിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ 2 തവണയായി, 2 ഓപ്പണിംഗ് 2 ക്ലോസിംഗുമായി. ഇനി മൂന്നാമത്തെ ഒരു തവണ എന്ന് പറയുന്നത്, നമുക്കറിയാം പരീക്ഷ തുടങ്ങി അരമണിക്കൂർ സമയം വരെ ബന്ധപ്പെട്ട പിന്നെ ഈ റൂമിലുള്ള ബാലൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ആ കവറിൽ തന്നെ വെച്ച് ഒരു ഫ്ലാപ്പ് വെച്ച് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അരമണിക്കൂർ വരെ അവിടെ സൂക്ഷിക്കണമെന്നാ പറയും, ബാക്കി വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം. അപ്പോൾ അത് ടാപ്പ് വെച്ച് ഒട്ടിച്ച് അവിടെ സൂക്ഷിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമ്മൾ ആബ്സെൻറ്റീസ് ഒക്കെ കണക്ക് കൂട്ടി ആ പാക്കറ്റ് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ തിരിച്ചെടുക്കുന്ന സമയത്ത് തിരിച്ച് കവർ അടക്കം, ബാലൻസും കവറും അടക്കം കൊണ്ടുവന്ന് ഈ നമ്മൾ റൂമുകളിലേക്ക് കൊടുത്തിട്ടുള്ളതും ആബ്സെന്റും കഴിച്ച് ബാലൻസ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട് അത് ടാലി ആയിരിക്കണം. നമ്മൾ ഇഷ്യൂ ചെയ്തതും തിരിച്ചു കൊണ്ടുവന്നതും ടാലി ആവണം. ആബ്സെന്റും കുട്ടിയുടെ എണ്ണവും കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ ടോട്ടൽ യൂസിന് കിട്ടണം. ആ രീതിയിൽ ടാലി ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും സേഫ് തുറന്ന് സേഫിലേക്ക് വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ മൂന്നാമത്തെ തവണ അരമണിക്കൂറിന് ശേഷം വരുന്ന ബാലൻസ് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ തവണ നമ്മൾ തുറക്കുന്നത്. അതിനുശേഷം അടച്ച് വീണ്ടും അത് സീൽ ചെയ്യാണ്. പിന്നെ നമ്മൾ അന്ന് ആ സേഫ് തുറക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സേഫാണ് നമ്മൾ എടുക്കേണ്ടത്. ഫ്രീക്വന്റ് ആയിട്ട് മറ്റാവശ്യങ്ങൾക്ക് മറ്റ് രേഖകൾ വെച്ചിരിക്കുന്ന സേഫ് ഇത്തരം ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല. കാരണം ഈ 3 തവണയാണ് നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സീലിങ്ങും ഒക്കെ നടത്തുന്നത്. അപ്പോൾ 3 ഓപ്പണിങ്ങും 3 ക്ലോസിങ്ങും, അതാണ് പ്രധാനം. ഇനി പരീക്ഷ കഴിഞ്ഞാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കരുത്.
സാധാരണ ഒരു ദിവസം കഴിഞ്ഞാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചെടുക്കാൻ പാടില്ല. പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ ഇതൊന്ന് ചിന്തിക്കാൻ പാടില്ല. മറ്റൊന്ന്, എല്ലാ പരീക്ഷകളും കഴിഞ്ഞാലും നമ്മൾ അത് തൽക്കാലം അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറും എണ്ണി നോക്കും എവിടെ നിന്നാണ് ഇത് സംഭവിച്ചത്. അപ്പം നമ്മളുടെ സ്ഥലത്തുള്ള ബാലൻസ് ഉള്ള രജിസ്റ്ററിലെ കണക്കനുസരിച്ച് ബാലൻസ് ഉള്ള കൃത്യമായി അവിടെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി ഫസ്റ്റ് ലാംഗ്വേജ് പിന്നെ പരീക്ഷാ ദിവസം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം മലയാളം, സംസ്കൃതം, അറബിക്ക്, ഉറുദു ഇത്തരം വിഷയങ്ങളൊക്കെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന സമയമാണ് ഈ ആദ്യത്തെ ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷയുടെ ദിവസം. അന്ന് ഈ പ്രിലിമിനറി ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി അല്പം നേരത്തെ കാര്യങ്ങൾ തുടങ്ങുക. അപ്പൊ ഏതൊക്കെ റൂമിലാണ് ഓരോ ലാംഗ്വേജും ഉള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ആ ബന്ധപ്പെട്ട എഴുതി വെച്ചിരിക്കുന്നതിന്റെ ഒരു പിന്നെ രണ്ടാമത്തത്, ഓരോ റൂമിലേക്കും ഇത് കൂടുതൽ കുട്ടികളുള്ളിടത്തായി പ്രശ്നമുള്ളൂ. ഒന്നോ രണ്ടോ റൂമുള്ള പിന്നെ സ്കൂളുകളിലൊന്നും ഈ പ്രശ്നമില്ല. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന സ്കൂളുകളിൽ 80ഉം 100ഉം ഒക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 40-50 റൂമുകളൊക്കെ പരീക്ഷ എഴുതുന്ന ഒരുപാട് കുട്ടികളുള്ള അത്തരം സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഏതൊക്കെ റൂമിലേക്ക് അറബിക്കിന്റെ ഇപ്പൊ റൂം നമ്പർ 40 നമ്മൾ എഴുതി 10 മലയാളം, 5 അറബിക്ക്, 3 സംസ്കൃതം, 2 ഉറുദു. അപ്പോൾ അതിലേക്ക് ഏതൊക്കെ മലയാളത്തിന്റെ ഒരു പാക്കറ്റ്, അറബിക്കിന്റെ ഒരു പാക്കറ്റ്, സംസ്കൃതത്തിന്റെ ഒരു പാക്കറ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം കൊടുക്കേണ്ടത്. അതിന്റെ ഒരു കോപ്പി ഡെപ്യൂട്ടി ചീഫും ഏറ്റെടുക്കുക. ആ രീതിയിൽ വേണം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കവറ് ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തപ്പൽ വന്നാൽ വലിയ ഒരുപാട് എണ്ണം കുട്ടികളുള്ള സ്കൂളിൽ അത് കൃത്യസമയത്ത് കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ല എന്നൊരു പരാതി ലഭിക്കാനുള്ള അവസരം ഉണ്ടാക്കലാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തിരി നേരത്തെ കാര്യങ്ങൾ ചെയ്യുക, പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കഴിവതും നമ്മൾ ഇപ്പൊ സ്പെയർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റ് ഉണ്ടാവും ഏത് വിഷയത്തിനും, ലാംഗ്വേജ് ആയാലും ഉണ്ടാവും. അപ്പൊ ആ സ്പെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റും നമ്മൾ കൊടുക്കുക ക്ലാസ് റൂമിൽ. കഴിവതും ഇപ്പൊ നമ്മൾ ഒരു കാര്യം, സംസ്കൃതത്തിന് 18 കുട്ടികളുണ്ട്, 10ഉം 8ഉം ആയിട്ടാണ് ഇരിക്കുന്നത് വെച്ചാൽ ഒരു ക്ലാസ് റൂമിൽ 10ഉം മറ്റേ ക്ലാസ് റൂമിൽ 8ഉം ആണ് ഇരിക്കുന്നത് എങ്കിൽ ഈ ഒരു ക്ലാസ് റൂമിലെ പൊട്ടിച്ചതിന് ശേഷം 10 ഇവിടെ എടുത്തതിന് ശേഷം ബാക്കി 8 അപ്പുറം കൊണ്ടുപോയി കൊടുക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത റൂമിൽ നമ്മുടെ സ്പെയർ ആയിരിക്കുന്ന പാക്കറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചതിന് ശേഷം ക്ലാസ് റൂമുകളിൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതി പരമാവധി ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് സ്പെയർ പൊട്ടിച്ചുകൊണ്ട് നമ്മളിത് സ്പെയർ ഇങ്ങനെ ബാക്കി വെച്ചതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ IED റൂമിൽ കുട്ടികൾ ഇരുന്ന് സ്ക്രൈബൊക്കെ വെച്ച് എഴുതുന്ന കുട്ടികളുള്ള റൂമിലേക്ക് പോലും നമുക്ക് സ്പെയർ ആയിട്ട് പാക്കറ്റ് ഉണ്ടെങ്കിൽ, കുറെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ഫ്രഷ് പാക്കറ്റ് അവിടെ പൊളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ, ഈ ഓരോ ക്ലാസ് റൂമിൽ നിന്നും നമ്മൾ IED കുട്ടികൾ ഇപ്പം 25 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 25 ക്ലാസ് റൂമിലുള്ള കുട്ടികളുണ്ടാവും. ആ ഓരോ റൂമിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് വലിയ ബുദ്ധിമുട്ടുമാണ്. അത് ചെയ്യുകയും വേണ്ട. അതൊക്കെ പരീക്ഷയുടെ സീക്രസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. അതുകൊണ്ട് അവിടെ സ്പെയർ പാക്കറ്റ് പൊളിക്കാവുന്നതാണ്. നമ്മൾ സ്പെയർ പാക്കറ്റ് ഇങ്ങനെ അലമാരിയിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് അവിടെ തന്നെ പൊട്ടിക്കുന്ന രീതി നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഈ ചീഫിനും ഡെപ്യൂട്ടി ചീഫിനും ഒക്കെ തന്നെ ഓരോ ദിവസത്തെ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പറ്റി, ലാംഗ്വേജ് എഴുതുന്ന കുട്ടികളെ പറ്റിയൊക്കെ അവരുടെ എണ്ണത്തെ പറ്റി നല്ല ധാരണ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 91 സംസ്കൃതം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നു വിചാരിച്ചു. ഇപ്പൊ 91 സംസ്കൃതം കുട്ടികളാ പരീക്ഷ എഴുതുന്നത് വെച്ചാൽ അത് അയക്കുന്ന വരെ നമ്മൾ ഈ ചീഫിന്റെ ഡെപ്യൂട്ടി ചീഫിന്റെ മനസ്സിൽ ഇത് ഉണ്ടാവണം. 91 കുട്ടികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18ന്റെ 5 കവറും ഒരു പേപ്പറിന്റെ ഒരു കവറും ഉണ്ടാവുക. 18 പേപ്പറിന്റെ 5 കവറുകളും ഒരു പേപ്പറിന്റെ ഒരു ലൂസ് കവറുമാണ് ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിൽ 6 കവർ നമ്മൾ അയച്ചു എന്ന് ഉറപ്പുവരുത്തണം ഈ ചീഫ് ഡെപ്യൂട്ടി ചീഫ്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയ എസ്പെഷ്യലി ഫസ്റ്റ് ലാംഗ്വേജ് എഴുതിയ കുട്ടികളുടെ എണ്ണത്തെ, ബാക്കി എല്ലാ ദിവസവും സെയിം ആയിരിക്കുമല്ലോ, കുട്ടികളുടെ എണ്ണത്തെ പറ്റി ഒരു കൃത്യമായ ധാരണയും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരർത്ഥം. മറ്റൊരു കാര്യം, നമുക്കറിയാം SLC പരീക്ഷ നടത്തിപ്പിൽ 15 രജിസ്റ്ററുകളാണ് നമ്മൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ആ 15 രജിസ്റ്ററുകളിൽ ഒന്ന് രണ്ടെണ്ണം തൽക്കാലം വേണ്ടാത്തതാണ്. ഇപ്പോൾ വാച്ച്മാൻ ഡ്യൂട്ടി ഒക്കെ പറയുന്ന രജിസ്റ്റർ ഉണ്ട്. അപ്പൊ 4ാമത്തെ രജിസ്റ്റർ വാച്ച്മാൻ ഡ്യൂട്ടിയാണ്. 12ാമത്തെ രജിസ്റ്റർ ഇഷ്യൂ ഓഫ് രജിസ്റ്റർ ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് അത് SLC ബുക്ക് കൊടുക്കുന്ന സമയത്താണ് ആ രജിസ്റ്റർ വേണ്ടു. പിന്നെ വാല്യുവേഷന് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സിന്റെ പേരും വിവരവും എഴുതാനുള്ള ഒരു രജിസ്റ്ററാണ് 15ാമത്തെ രജിസ്റ്റർ. ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പക്ഷേ നമ്മൾ അതിലിപ്പോ തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ അത് പോകേണ്ടത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഈ ഒരു SLC പരീക്ഷ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഫുള്ള് രജിസ്റ്ററുകൾ ഇപ്പൊ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചീഫും ഡെപ്യൂട്ടിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷ ഈ രജിസ്റ്ററുകളിൽ ചീഫും ഡെപ്യൂട്ടിയും ഒപ്പിടേണ്ട രജിസ്റ്ററുകളുണ്ട് നിർബന്ധമായിട്ടും. അത് അതാത് ദിവസം തന്നെ എഴുതി കഴിഞ്ഞാൽ ഉടൻ അവിടെ ക്ലോളം ബ്ലാങ്ക് ഇടാതെ ഒപ്പിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതും അല്ലെങ്കിൽ നമ്മൾ ഈ സ്കോഡൊക്കെ വരുന്ന സമയത്ത് 2-3 ദിവസത്തെ ഒപ്പിടാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം എന്താ? ചീഫും ഡെപ്യൂട്ടിയും ഇതൊന്നും വെരിഫൈ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം നമ്മൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതാത് സമയത്ത് തന്നെ ഒപ്പുവെക്കാൻ ശ്രദ്ധിക്കുക. ഇനി തെറ്റ് വരുന്ന മറ്റൊരു സ്ഥലം ഞാൻ പറയാം. അതായത് നമ്മൾ കുട്ടി രജിസ്റ്റർ നമ്പർ എഴുതി വരുന്ന സ്ഥലത്താണ്. അതിപ്പോ ഒരു രജിസ്റ്റർ നമ്പർ 125 തുടങ്ങുന്ന ഒരു രജിസ്റ്റർ നമ്പറാണ് ഒരു കുട്ടിക്ക്. ഒരു ഹാളിൽ 125 രജിസ്റ്റർ നമ്പർ തുടങ്ങുന്നത്. അത് ഒരു കുട്ടി തെറ്റിച്ചിട്ട് 152 ഒന്ന് തിരിഞ്ഞുപോയി, രണ്ടക്കം 152 തുടങ്ങുന്നതായിട്ട് എഴുതി. അപ്പോൾ അത്തരം സാഹചര്യം 152 തുടങ്ങുന്നതായിട്ട് എഴുതി കഴിയുമ്പോൾ ഈ കവറിൽ വാല്യുവേഷൻ സെന്ററിൽ ഈ കവർ പൊളിച്ച് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ 152 തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വലിയ പ്രശ്നമാണ്. ഇത് ഏതാ നമ്പർ? 152 തുടങ്ങുന്ന നമ്പർ തന്നെയാണോ, 127 തുടങ്ങുന്ന നമ്പറാണോ എന്നൊരു കൺഫ്യൂഷൻ ഈ പേപ്പർ നോക്കുന്നയാൾക്ക് വരും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കാൻ വേണ്ടി ഓരോ കുട്ടിയും ഈ രജിസ്റ്റർ നമ്പർ എഴുതിയതിന് ശേഷം ബന്ധപ്പെട്ട ക്ലാസ് റൂമിലെ ഇൻവിജിലേറ്റർ ആ രജിസ്റ്റർ നമ്പർ നിർബന്ധമായിട്ടും വെരിഫൈ ചെയ്യുകയും ആ വെരിഫൈ ചെയ്തതിന് ശേഷം കുട്ടിയുടെ ഹോൾ ടിക്കറ്റിൽ ഒരു ഡേറ്റഡ് ഇനീഷ്യൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയേണ്ടതാണ്. അത് വളരെ നിർബന്ധമായിട്ട് ഓരോ ഇൻവിജിലേറ്റർമാരും ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു ഡയറക്ഷൻ ബന്ധപ്പെട്ട ചീഫ് സൂപ്രണ്ട് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്കറിയാം. ഈ പിന്നെ സ്ക്രൈബിനും ഇന്റർപ്രറ്റർക്കും ഒക്കെ പ്രത്യേകം റൂമുകളാണ് നമ്മൾ അനുവദിക്കേണ്ടത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ IED സ്റ്റുഡൻസിന്റെ റൂമിൽ ഇത്തരം ഗ്രേസ് മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്ന ക്ലാസ് റൂമിൽ നമുക്ക് ഈ IED സ്റ്റുഡൻസിൽ ഗ്രേസ് മാർക്ക് കിട്ടുന്നവരും ഉണ്ട്, ഗ്രേസ് മാർക്ക് കിട്ടാത്ത കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ടൈം മാത്രം കിട്ടുന്ന കാറ്റഗറി ഉണ്ടാവും. പിന്നെ എന്നാൽ ചിലർക്ക് സ്ക്രൈബ് ഉണ്ടായിട്ടും ഗ്രേസ് മാർക്ക് കിട്ടാത്തവരുണ്ടാവും. ഇപ്പം നമ്മൾ പരീക്ഷയുടെ തൊട്ട് തലയാഴ്ച ഒരു കുട്ടിക്ക് കൈ ഒടിഞ്ഞു പോയി, ഏതെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയിട്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ DO തലത്തിൽ റിക്വസ്റ്റ് കൊടുത്താൽ സ്ക്രൈബിനെ അനുവദിക്കും. പരീക്ഷ എഴുതാൻ വേണ്ടി സ്ക്രൈബിനെ അനുവദിക്കും. ആ സ്ക്രൈബിനെ അനുവദിച്ചുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്കോ അത്തരം കാര്യങ്ങളൊന്നുമില്ല, സ്ക്രൈബ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം പല കാറ്റഗറിയാണ് ഇത്തരം പരീക്ഷാ റൂമിൽ എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ ചീഫ് സൂപ്രണ്ടുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് മാത്രമേ ഈ റെഡിങ്ങിൽ ആ SLC പരീക്ഷാ പേപ്പറിന്റെ ഫേസിംഗ് ഷീറ്റിൽ കാര്യങ്ങൾ എഴുതേണ്ടതുള്ളൂ. അപ്പൊ നമുക്കറിയാം, ഈ ഗ്രേസ് മാർക്ക് കിട്ടേണ്ട കുട്ടികൾക്ക് നമ്മൾ പരീക്ഷ എഴുതുന്ന SLCയുടെ ആ ഫേസിംഗ് ഷീറ്റിന്റെ ഏറ്റവും മുകളിൽ അതിൻ്റെ ഓർഡർ നമ്പറും ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എന്ന കാര്യവും ചുവന്ന മഷിയിൽ രേഖപ്പെടുത്തി ചീഫ് സൂപ്രണ്ട് ഒപ്പിടണമെന്നോ നിയമം. അപ്പോൾ അത് നമ്മൾ എല്ലാവർക്കും എഴുതേണ്ട ആവശ്യമില്ല. സ്ക്രൈബുള്ള എല്ലാവർക്കും ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഗ്രേസ് മാർക്ക് ഉള്ളവർക്കും ഇത് എഴുതേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ ടൈം ഉള്ളവർക്കും ഇത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഗ്രേസ് മാർക്ക് ഉള്ള കുട്ടികൾക്ക് ഇത് നിർബന്ധമായിട്ട് എഴുതണം. അപ്പൊ തുടങ്ങേണ്ടത് ഇങ്ങനെ തന്നെയാണ്: എലിജിബിൾ ഫോർ ഗ്രേസ് മാർക്ക്, ബ്രാക്കറ്റിൽ അവരുടെ കാറ്റഗറി ഇപ്പൊ MR ആണെങ്കിൽ MR എന്ന് എഴുതി, ആസ് പെർ ഓർഡർ നമ്പർ ഇന്ന സോൻ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രം എന്ന് എഴുതി പിന്നെ ചീഫ് സൂപ്രണ്ട് ഒപ്പിടേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം എഴുതി ഒപ്പിട്ടിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതല്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ചോപ്പ് മഷിയിൽ ഇങ്ങനെ
അവർക്കുള്ള ഉത്തരവൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഗ്രേസ് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം എഴുതിയാൽ മതി. പിന്നെ വേണ്ടാത്തവർക്ക് എഴുതി കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് ക്യാമ്പിലെത്തുമ്പോൾ എല്ലാവർക്കും ഒരു വാല്യുവേഷനിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇപ്പൊ വാല്യുവേഷൻ ക്യാമ്പിൽ കാണുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചില പേപ്പറിന്റെ മുകളിൽ ഒരു ഓർഡർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓർഡർ നമ്പർ മാത്രമുള്ള കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ എന്താന്ന് വെച്ചാൽ അവരുടെ കാറ്റഗറി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാനോ പറയാം. ഇപ്പോൾ കാറ്റഗറി MR എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓർഡർ നമ്പറും ഉണ്ട് എങ്കിൽ ആ MR ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം, അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ബന്ധപ്പെട്ട ചീഫ് സൂപ്രണ്ട് ഈ ഫേസിംഗ് ഷീറ്റിൽ ഇക്കാര്യം എലിജിബിൾ ഫോർ ഗ്രേസ് മാർക്ക് കാറ്റഗറി ആസ് പെർ ഓർഡർ നമ്പർ എന്ന ആ ഒരു വാചകം ചുവപ്പ് മഷിയിൽ ഫേസിംഗ് ഷീറ്റിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് ഇത് എഴുതാനുള്ള നേരം ഉണ്ടാവില്ല. മാത്രമല്ല അന്നേരം മറ്റ് അധ്യാപകരൊക്കെ പേപ്പർ കൊണ്ടുവരുന്ന തിരക്കിലായിരിക്കും. നമ്മൾ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് എഴുതാതെ അയച്ചു പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ചീഫ് സൂപ്രണ്ട് ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസറെ വിളിച്ച്, സാറേ ഇന്ന പോലെ ഒരു കാര്യം എഴുതിയിട്ടില്ല, അത് ഒന്ന് രേഖപ്പെടുത്തണം, ആ കുട്ടിക്ക് എഴുതാൻ വിട്ടുപോയി എന്നൊക്കെ പറയാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമ്പില്, വാല്യുവേഷൻ ക്യാമ്പില് ഈ പൊതിഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ കെട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ സ്ക്രിപ്റ്റിന്റെ കവേഴ്സ് ഷഫിളായി പോവാണ്. ആ ഷഫിളായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1,00,000 മേലെ പേപ്പറുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു സെന്ററിൽ. ആ സെന്ററിൽ നിന്ന് ഈ എഴുതാത്ത പേപ്പർ കണ്ടുപിടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഈ സെർച്ച് ചെയ്യാനൊന്നും പുറത്തുള്ള ഒരാളെ, അത് ചീഫ് സൂപ്രണ്ട് ആയാലും ശരി വേറൊരാളായാലും ശരി, അനുവദിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ആ കുട്ടിക്ക് പിന്നെന്താ ഗ്രേസ് മാർക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ട് പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ഈ ഫേസിംഗ് ഷീറ്റിൽ, ഈ ചുവപ്പ് മഷിയിൽ ഇത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കറിയാം 9ാം ക്ലാസ്സിലെ കുട്ടിയെ ആണ് നമ്മൾ സ്ക്രൈബായിട്ട്, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ 9ാം ക്ലാസ്സിലെ സാധാരണഗതിയിൽ 9ാം ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളെയാണ് ഈ സ്ക്രൈബായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറ്. അപ്പോൾ യാതൊരു കാരണവശാലും പരീക്ഷാർത്ഥി ഇല്ലാതെ സ്ക്രൈബ് മാത്രം വെച്ച് പരീക്ഷ എഴുതാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടുപേരും വേണം. സ്ക്രൈബ് പരീക്ഷ എഴുതണമെങ്കിൽ അതിന്റെ സങ്കല്പം എന്താന്ന് പറഞ്ഞാൽ, ഈ പരീക്ഷാർത്ഥി, അതായത് പരീക്ഷയ്ക്ക് സ്ക്രൈബായിട്ട് പരീക്ഷാർത്ഥിയായിട്ടുള്ള കുട്ടി ആ ചോദ്യം വായിച്ച് അവൻ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന സങ്കല്പം. ആ ചോദ്യം വായിച്ച് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ക്രൈബായി വന്നിട്ടുള്ള കുട്ടി പേപ്പറിലേക്ക് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ സ്ക്രൈബായി എഴുതുന്ന കുട്ടിയുടെ ജോലി. ഈ കേട്ടിട്ട്, പക്ഷെ പലപ്പോഴും നടക്കുന്നത് അങ്ങനെയൊന്നും അല്ല. ഇവര് സ്ക്രൈബിന്റെ ഒരു യുക്തിയും കാര്യങ്ങളൊക്കെ ഉത്തര പേപ്പറിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. പിന്നെ ഒരു ഇത്തരത്തിലൊരു സന്ദർഭത്തില് ഒരു സെന്ററിൽ പിന്നെ ഒരു കുട്ടിയെ സ്ക്രൈബ് വന്നിട്ടുണ്ട്. പരീക്ഷാർത്ഥിയായിട്ടുള്ള കുട്ടി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അവര് പരീക്ഷയ്ക്ക് ഹാജരാവാത്തത് കൊണ്ട് പെട്ടെന്ന് വിളിച്ചു, ചീഫ് സൂപ്രണ്ട് വിളിച്ചപ്പോ പിന്നെ പറഞ്ഞു, ഞങ്ങൾ ഇന്ന പോലെ ഒരു മരണം നടന്ന ഒരു വീട്ടിൽ പോയി അവരെ സന്ദർശിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ എത്തും, തുടങ്ങിക്കോളാൻ പറയാനാണ് പറഞ്ഞത്. ഏത് പരീക്ഷ ഈ സ്ക്രൈബ് എന്ന് പറയുന്ന കുട്ടി പരീക്ഷ എഴുതി തുടങ്ങിക്കോ, ഞങ്ങൾ അവിടെ എത്തിക്കോളാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. ഈ സ്ക്രൈബൊക്കെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു സ്ക്രൈബും ആ റൂമിലുള്ള കുട്ടികളും ഒക്കെ തന്നെ പരീക്ഷ എഴുതാൻ എത്തിയിട്ടുണ്ട് എന്ന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അവരെ നമുക്ക് വിളിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഇങ്ങനെ പരീക്ഷാർത്ഥി ഇല്ലാതെ യാതൊരു കാരണവശാലും സ്ക്രൈബിനെ മാത്രം വെച്ച് പരീക്ഷ എഴുതരുത്. ആ ധാരണ നമുക്കാ കൂടുതൽ ഉണ്ടാവുന്ന, അവരെ സംബന്ധിച്ച് അത്തരം ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ലാംഗ്വേജ് ദിവസം, പിന്നെ മാത്രമല്ല ഈ സ്ക്രൈബിന് നിർബന്ധമായിട്ടും DO അനുവദിച്ച ഒരു ID കാർഡ് ഉണ്ടാവും. ആ ID കാർഡ് അവർക്ക് അവരുടെ കൈവശം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. സ്ക്രൈബായിട്ട് അവരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ID കാർഡ് അത് അവരുടെ കൈവശം ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാംഗ്വേജ് ദിവസം ID റൂമിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ബെഞ്ചിൽ 4 പേര് വെച്ചാണ് എഴുതുന്നത്. എഴുതുന്ന സ്ക്രൈബായിട്ടുള്ള കുട്ടികളും 2 പരീക്ഷാർത്ഥികളും, അങ്ങനെ 4 പേരുണ്ടാവും ഒരു ബെഞ്ചിൽ. അപ്പോൾ അത് അവിടെ തെറ്റ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പറയാം.
ഇപ്പൊ നമ്മൾ ഒരു സെന്ററിൽ ഒരിക്കലും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ മലയാളവും അറബിക്കും ഉണ്ടായിരുന്നു ഒരു ബെഞ്ചിൽ. അപ്പോ ഈ കുട്ടികൾ മലയാളവും അറബിക്കും പരീക്ഷ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. എങ്ങനെയോ തിരിഞ്ഞു പറഞ്ഞൊക്കെ വന്ന് ഒരു കുട്ടി, ഒരു സ്ക്രൈബായിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അറബിക്കാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടി എഴുതേണ്ടത് മലയാളമായിരുന്നു. എന്നാൽ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മലയാളം എഴുതാനും അറബിക്ക് എഴുതാനും നല്ല ധാരണയുള്ള കുട്ടിയാണ്. അപ്പൊ കുട്ടിയുടെ കയ്യിൽ അറബിക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ അത് വെച്ചിട്ട് കുട്ടി അങ്ങോട്ട് സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് എഴുതി. യഥാർത്ഥത്തിൽ കുട്ടി എഴുതേണ്ടത് മലയാളമായിരുന്നു. അങ്ങനെ അറബിക്ക് എഴുതി. ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിന്ന് ഇൻവിജിലേറ്റർ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി. കുട്ടിക്കും അത് ഈ പരീക്ഷാർത്ഥിയായിരിക്കുന്ന കുട്ടിക്ക് അത് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. മറ്റേ കുട്ടി അത് വെച്ച് അവന്റെ യുക്തത്തിനനുസരിച്ച് കാര്യങ്ങൾ എഴുതി. അപ്പോ അറബിക്ക് എഴുതി. അറബിക് ക്വസ്റ്റ്യൻ എഴുതിയ അറബിക്ക് ഏത് ഈ കെട്ടിൽ കയറി മലയാള സെന്ററിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ പോവുള്ളൂ. രജിസ്റ്റർ നമ്പർ ഇന്ന ആൾ എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അവിടെ വാല്യുവേഷൻ സെന്ററിൽ എത്തിയപ്പോൾ ഉള്ള സ്ഥിതി എന്താ? മലയാളത്തിന് പകരം അറബിക് പേപ്പർ വന്നിരിക്കുന്നു. എന്നാൽ മലയാളം കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ ആണ് താനും. ആ കുട്ടിക്ക് എന്താ മാർക്ക് കൊടുക്കുക? അത് ക്യാൻസൽ ചെയ്തിട്ട് 0 മാർക്ക് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം ഇത് മലയാളം എഴുതേണ്ട സ്ഥലത്ത് അറബിക്ക. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ, ഇത് വന്ന കേസാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട റൂമിലെ ഇൻവിജിലേറ്റർ എസ്പെഷ്യലി ഇൻ ലാംഗ്വേജ് പരീക്ഷയുള്ള ദിവസം ശ്രദ്ധിക്കണം. ഓരോ കുട്ടിക്കും അവൻ ഏത് സബ്ജക്റ്റ് ഫസ്റ്റ് ലാംഗ്വേജ് ആണോ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അവിടെ സ്ക്രൈബ് കുട്ടിയുടെ അടുത്ത് എത്താൻ പാടുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. എങ്ങനെയെങ്കിലും ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ അവരതിനനുസരിച്ച് പരീക്ഷ എഴുതും. അത് പിന്നീട് വലിയ ഒരു ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ തന്നെ ഇൻവാലിഡ് ആക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ ആബ്സെന്റ് ഓൺലൈനിലായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ചീഫ് സൂപ്രണ്ടെങ്കിലും ഈ അയക്കുന്ന അഡ്രസ്സ് നമ്മളൊന്ന് രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ അത് രേഖപ്പെടുത്തുന്നത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സെന്ററുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പേപ്പർ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. സംസ്കൃതം അയക്കേണ്ട അടുത്ത് മലയാളം അയക്കരുത്, മലയാളം അയക്കേണ്ട അടുത്തേക്ക് അറബി അയക്കരുത്. അങ്ങനെ ഈ അഡ്രസ്സുകൾ തമ്മിൽ, അയക്കേണ്ട അഡ്രസ്സുകൾ തമ്മിൽ യാതൊരു കാരണവശാലും മാറിപ്പോകരുത്. മാറിപ്പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ പിന്നെ നമ്മൾ ആ സെന്ററിൽ പോയി അവിടുന്ന് ആ പേപ്പർ എടുത്ത് തിരിച്ച് അയക്കേണ്ട സാഹചര്യമൊക്കെ വരാം. മറ്റൊരു ഡയറക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് മുൻകാലങ്ങൾ വാണിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ കെട്ടണമെന്നായി. പേപ്പർ കെട്ടി വാണിംഗ് ബെൽ അടിക്കുമ്പോഴേ കെട്ടി അത് സമയം തീരുമ്പം കുട്ടിയോട് പേപ്പർ വാങ്ങും. ഇപ്പൊ ആ രീതി മാറി. ഇപ്പോ പരീക്ഷ തീരുന്ന സമയം വരെ കുട്ടിക്ക് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഈ നൂലുപയോഗിച്ച് ഈ ഉത്തര പേപ്പറുകൾ കെട്ടുള്ളൂ. അങ്ങനെ പാടുള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിരിക്കണം. നമുക്ക് പിന്നെ പരീക്ഷാ റൂമിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർമാർക്ക് ചിലപ്പോൾ തിരക്കുണ്ടാവും. അതൊന്നും പരീക്ഷയെ ബാധിക്കാൻ പാടില്ല. കുട്ടിയാണ് പ്രധാനം. കുട്ടിക്ക് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ കവർ എഴുതി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ക്ലർക്ക് കവർ എഴുതുന്നു. കവർ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും മിടുക്കന്മാരാ. ക്ലർക്കും മിടുക്കനാണ്, ചീഫും മിടുക്കനാണ്, ഡെപ്യൂട്ടി ചീഫും മിടുക്കൻ, എല്ലാവരും മിടുക്കന്മാരാ. പക്ഷെ ഒരു സ്ലിപ്പ് നമുക്ക് സംഭവിച്ചു പോകാം എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ക്ലർക്കാണ് ആരാണോ കവർ എഴുതുന്നത് ആ കവർ എഴുതിയതിന് ശേഷം ചീഫ്, ഡെപ്യൂട്ടി ആ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ചീഫ് ഇങ്ങനെ, ക്ലർക്ക് ഇങ്ങനെ എഴുതിപ്പോയി 172 തുടങ്ങുന്ന നമ്പറായിരുന്നു. കുറച്ച് 2-3 കവർ കഴിഞ്ഞപ്പോൾ അത് 127 തുടങ്ങുന്ന നമ്പറായി. നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് വരും? അവിടെ വാല്യൂഷൻ സെന്ററിൽ എത്തുമ്പോൾ കൺഫ്യൂഷനായി. പുറത്തുള്ള നമ്പർ അല്ല അകത്ത്. ഈ ഒരു പ്രശ്നം വരാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി കവറിനെ പറ്റി നല്ല ധാരണ വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ രജിസ്റ്റർ നമ്പറുകൾ കവറിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് തെറ്റിയിട്ടില്ല, ആബ്സെന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ CCC പോലെയുള്ള കാര്യങ്ങൾ ബ്രേക്ക് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കഴിവതും കവറിന്റെ CCC ഉണ്ടെങ്കിൽ, CCC എന്ന് പറഞ്ഞാൽ കാൻഡിഡേച്ചർ ക്യാൻസൽഡ് കാൻഡിഡേറ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കിയ കുട്ടി. ഏതെങ്കിലും സാഹചര്യച്ചാൽ ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അത് CCCക്ക് കൊടുക്കാം. CCCക്ക് കൊടുത്താൽ ആ രജിസ്റ്റർ നമ്പർ അടക്കം ക്യാൻസൽ ആക്കി കളയും പരീക്ഷ. അപ്പം നമുക്ക് എന്തായി? റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതിയില്ലെങ്കിൽ അവരുടെ ശതമാനം പോകും.
എന്നാൽ CCC ആക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ CCC ആണെങ്കിൽ സാധാരണ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ ബ്രേക്ക് ആയിട്ട് എഴുതുക. ആ നമ്പറേ ഇല്ല, അതാണ് CCC. എന്നാലും അത് സ്ലിപ്പിൽ, ഇന്നറിലും ഔട്ടറിലും വെക്കുന്ന സ്ലിപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നത് നല്ലതാണ്. ഇന്ന നമ്പർ CCC ആണ് എന്ന് കാണിച്ചാൽ വാല്യൂഷൻ സെന്ററിൽ അത് വളരെ സഹായകരമായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇപ്പൊ വാല്യൂഷൻ സെന്ററിലും അങ്ങനെ തന്നെയാണ്. CCC ആണെങ്കിൽ അവിടെ ബ്രേക്ക് ആയിട്ടാണ് മാർക്ക് ലിസ്റ്റ് എഴുതുന്നത്. എന്നാൽ ആബ്സെന്റ് ആണെങ്കിൽ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് അവരുടെ നേരെ ആബ്സെന്റ് എന്ന് രേഖപ്പെടുത്തുക ചെയ്യുന്നത്. തമ്മിൽ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ പേപ്പറുകളിൽ കവറുകൾ ഇൻസർട്ട് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കവറിൽ പേപ്പർ കയറ്റി വെക്കുന്നത്. അപ്പൊ നമ്മൾ മൊത്തം പേപ്പറുകൾ നമ്മുടെ റൂമിലേക്ക് വന്നു. അതിനുശേഷം IED റൂമിൽ വേറെ റൂമിലിരുന്ന് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളുടെയും പേപ്പറുകൾ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ഓരോ രജിസ്റ്റർ നമ്പറും എവിടെയാണോ വെക്കേണ്ടത് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണാനും കവറിൽ കയറ്റാനും തുടങ്ങാവൂ. ഓരോ കവറിൽ കയറ്റുന്ന സമയത്ത് അതാത് ക്ലാസ് റൂമിലുള്ള IED കയറ്റിയാൽ പോരാ, അത് തെറ്റും. അപ്പോൾ ആദ്യം IED റൂമിൽ നിന്ന് വരുന്ന പേപ്പറുകൾ, അത് പ്രത്യേക ഓരോരോ രജിസ്റ്റർ നമ്പർ പലയിടത്ത് വെക്കേണ്ടതായിരിക്കുമല്ലോ, ആ റൂമിൽ അത് അതാത് സ്ഥലത്ത് വെച്ചതിന് ശേഷം മാത്രമേ എണ്ണാൻ തുടങ്ങാവൂ. അപ്പൊ നമ്മൾ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന്, അങ്ങനെ അതിനെല്ലാം വെച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആര് ചെക്ക് ചെയ്ത് വെച്ചാലും ശരി, ചീഫ് സൂപ്രണ്ടും ഡെപ്യൂട്ടി ചീഫും ഈ ഓരോ പേപ്പറുകളും രജിസ്റ്റർ നമ്പർ അടക്കം ചെക്ക് ചെയ്തിട്ട് മാത്രമേ കവറിൽ വെക്കാവൂ. എന്നാൽ മാത്രമേ അതവര് കൃത്യമായി പിന്നെ അയച്ചു എന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് കഴിയുള്ളൂ. ഒരിക്കലും 18 പേപ്പറാണെങ്കിൽ 18ന്റെ ഫ്രമും ടു, കവറിന്റെ പുറത്തുള്ള ഫ്രമും ടൂവും മാത്രം നോക്കിയാൽ പോരാ. ആ ഫ്രമും ടൂവിനോടൊപ്പം ഓരോ പേപ്പറും പൊക്കി നോക്കി 120, 121, 122, 23, 24, 25, 24 കാണുന്നില്ല. അപ്പൊ 24 എന്താ നോക്കി, അത് ആബ്സെന്റ് ആണ്, കറക്റ്റ്. അങ്ങനെ നോക്കി നമ്മൾ ഓരോ നമ്പർ, ഇത് വളരെ പെട്ടെന്ന് നടക്കും. സ്പീഡായിട്ട് നമ്മൾ പൊക്കി പൊക്കി ഇങ്ങനെ എണ്ണാം. ചീഫും ഡെപ്യൂട്ടിയും മാത്രം ചെയ്യേണ്ട പണിയാണ് അത് ശരിക്കും. അത് എണ്ണി തിട്ടപ്പെടുത്തി ഒരിക്കൽ കൂടി അതിന്റെ ടോട്ടൽ നമ്പർ, ആദ്യം നമ്പർ വെരിഫൈ ചെയ്തു, എന്നതിന് ശേഷം നമ്മൾ 1, 2, 3, 18 വരെ ആ പേപ്പർ ഉണ്ട് എന്ന് എണ്ണവും നോക്കി നമ്പറും നോക്കി ചെക്ക് ചെയ്തിട്ടാണ് കവറിലേക്ക് കടത്തിയിട്ട് കെട്ടാൻ വേണ്ടി, സീൽ ചെയ്യാൻ വേണ്ടി കൊടുക്കാവൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇല്ലെങ്കിൽ പല ഇതും വരും. നമ്മൾ ഒരിക്കലുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഒരു കെട്ട് വന്നു, രാവിലെ കെട്ട് പൊളിച്ച് വാല്യൂഷൻ സെന്ററിൽ കൊടുത്തപ്പോ ഒരു കെട്ടിൽ 17 പേപ്പറേ ഉള്ളൂ. 17 പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റർ നമ്പറിലുള്ള പേപ്പർ കാണുന്നില്ല. അപ്പോൾ ആ സ്കൂൾ ഏതാണെന്ന് പരിശോധിച്ചു, ആ സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാ പേപ്പറും കൃത്യമായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഓഫീസിൽ ഒരിക്കൽ കൂടി നോക്കുക, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കുക, ഈ പേപ്പർ മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ക്യാമ്പ് ഓഫീസർ എന്ത് ചെയ്തു, അത് ഒരു ഫാക്ച്വൽ ഡയറിയിൽ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി നോക്കിയില്ല, മാറ്റിവെച്ചു. മുകളിലോട്ട് റിപ്പോർട്ടൊന്നും ചെയ്തില്ല. അന്നത്തെ ഇങ്ങനെ പേപ്പർ മിസ്സിംഗ് ആണ് എന്ന വിവരമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി, ആ ഡയറിയിൽ രേഖപ്പെടുത്തി അവിടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു പേപ്പർ മിസ്സിംഗ് ആണ്, കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പേപ്പർ നോക്കുക, കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക, എത്തിക്കുക, ഇതൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ ആ ഹെഡ്മാസ്റ്റർ അന്ന് മുതൽ ടെൻഷനിലായി. ചീഫ് സൂപ്രണ്ടായിരുന്നു. ചീഫ് സൂപ്രണ്ട് ഒരു പേപ്പർ മിസ്സായി കഴിഞ്ഞാൽ ഉത്തരവാദി ചീഫ് സൂപ്രണ്ട് തന്നെയാണ്. ചീഫും ഡെപ്യൂട്ടിയും തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. അങ്ങനെ വാല്യുവേഷന്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നിട്ടും മറ്റൊരു വിധത്തിലും പേപ്പർ കിട്ടിയില്ല. ആ പേപ്പർ മറ്റു കവറിൽ ഉണ്ടോന്ന് നോക്കാൻ നമുക്ക് കവർ ഷബിളായി പോയിട്ടുണ്ടാവും. അത് എടുത്തു നോക്കൽ ബുദ്ധിമുട്ടാണ്, നടക്കാത്ത കാര്യം. അങ്ങനെ പരീക്ഷയുടെ അവസാനത്തെ ദിവസം ഒരു കവറിൽ നിന്ന് 18 പകരം 19 പേപ്പർ കിട്ടി. ആ 19 പേപ്പറിൽ ഒരു പേപ്പർ ഈ മിസ്സിംഗ് ആയിട്ടുള്ള പേപ്പറായിരുന്നു. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇതൊരു IED സ്റ്റുഡന്റിന്റെ പേപ്പർ ആണെന്ന് ഈ ഹെഡ്മാസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ IED സ്റ്റുഡൻസിന്റെ പേപ്പറുകൾ, ആൻസർ പേപ്പറുകൾ ആ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് കയറ്റി വെച്ചപ്പോൾ 187 ആയിരുന്നു ഈ കുട്ടിയുടെ നമ്പർ. ഈ ചീഫ് സൂപ്രണ്ട് വെച്ചത് 287. അപ്പൊ 287 ഇരുന്ന സ്ഥലത്ത് ഒരു നമ്പർ അധികവും 187 ഇരുന്ന സ്ഥലത്ത് ഒരു നമ്പർ കുറവും വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ആ ചീഫ് സൂപ്രണ്ട് എന്ത് ചെയ്തു, കവറിന്റെ പുറത്ത് എഴുതിയ ഫ്രമും ടൂവും മാത്രം നോക്കിയിട്ട് കവറിനകത്തേക്ക് പേപ്പർ കയറ്റിയിട്ട് കെട്ടിവെച്ച് സീൽ ചെയ്തു.
യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവരുത്. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലുതാണ്. പേപ്പർ മിസ്സായാല് വേറെ ആർക്കും ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ പേപ്പറും ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അന്ന് ആ ചീഫ് സൂപ്രണ്ട് അത് ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി എല്ലാ പിന്നെ ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താന്ന് പറഞ്ഞാല്, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തിയ പേപ്പറുകൾ കൃത്യമായിട്ട് അയക്കുക എന്നതാണ്. അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണം മാറാതെ 18-ന് പകരം 12 അയക്കരുത്, 12-ന് പകരം 18 അയക്കരുത്. ഇങ്ങനെ അയച്ചാൽ നമ്മൾ സെന്ററിൽ പോയിട്ട് അത് തിരുത്തേണ്ടതായിട്ട് റെഡിയാക്കേണ്ടതായിട്ടൊക്കെ വരും. ആ, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി, തെറ്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ആ, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കവറ് മാറ്റി, എണ്ണം മാറ്റി, ഇതെല്ലാം. അതേപോലെ അൺഎയ്ഡഡ് സ്കൂളിലെ പേപ്പർ അയക്കുന്നത് എല്ലാവരും നമുക്കറിയാം. അൺഎയ്ഡഡ് സ്കൂളിൽ പൊതുവേ എല്ലാവരും കുറച്ചുകൂടി ഓഫീസ് സ്റ്റാഫൊക്കെ മിടുക്കരാണ്, കുറച്ചുകൂടി സീരിയസ് ആണ് അവര്. പക്ഷെ എങ്കിൽ പോലും അവര് ഗവൺമെന്റ് സെർവന്റ് അല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പൊ ഗവൺമെന്റ് സെർവന്റ് അല്ലാതിരിക്കുമ്പോൾ അവരുടെ മേലെയുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് കുറവായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുമെങ്കിൽ ഈ പേപ്പർ അയക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചീഫോ ഡെപ്യൂട്ടിയോ കൂടെ പോയി അയച്ച് ആ റെസീറ്റ് രജിസ്റ്റർ ചെയ്ത് അയച്ചതിന്റെ ആ സ്ലിപ്പ് കളക്ട് ചെയ്ത് അത് 10ാമത്തെ രജിസ്റ്റർ ആയിട്ടുള്ള ഡെസ്പാച്ച് രജിസ്റ്ററിൽ ഒട്ടിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം വിടാം. അല്ല എങ്കിൽ ഇത്തരത്തിലൂടെ ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ചീഫ് സൂപ്രണ്ടും ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടിനൊക്കെ ഡ്യൂട്ടി ഞാൻ പറയുന്നത്. ഞാനിതിങ്ങനെ വളരെ കൊല്ലം ഡെപ്യൂട്ടി ചീഫും ഡെപ്യൂട്ടി ക്യാമ്പ് ഓഫീസറും ഒക്കെ ആയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഇത്രയും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ഇത് യാതൊരു കാരണവശാലും ഇതൊരു കമാൻഡായിട്ടോ ഒന്നും നിങ്ങൾ എടുക്കരുത്. നമ്മളൊരു എക്സ്പീരിയൻസ് നിലവിലുള്ള അധ്യാപകർ, ക്യാമ്പ് ഓഫീസർമാരോ സോറി ഡെപ്യൂട്ടി ചീഫുമാരോടും ഒക്കെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കേൾപ്പിക്കുക. ആ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.